ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ടൈൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ തട്ടിപ്പിനിരയാകുന്നു, അതിൻ്റെ വില കണ്ടിട്ടും അതിൻ്റെ ക്വാളിറ്റി ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയൊക്കെ തട്ടിപ്പിനിരയാകുന്നു എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമാ നടൻ്റെ വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ടാണ് നമ്മൾ പലരും പോയിട്ട് ടൈൽ എടുക്കാറ്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഒരു സർട്ടിഫിക്കേഷൻ ടെസ്റ്റ്, ഒരു ക്വാളിറ്റി ടെസ്റ്റ് ഒന്നും പാസ്സാവാതെ, ഹാർഡ്നെസ്, തിക്നെസ്, കംപ്രഷൻ ടെസ്റ്റ് ഇവയൊന്നും പാസ്സാവാതെ അങ്ങനെയുള്ള ടൈലുകൾ നമ്മൾ ജസ്റ്റ് ഒരു പരസ്യങ്ങൾ കണ്ട് മാത്രം എടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് വിവിധ തരത്തിൽ നമ്മൾ ടൈൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കൂടാതെ വീടിനെ കുറിച്ചും വീടിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന പോരായ്മകളെക്കുറിച്ചും ഇപ്പോൾ താമസിക്കുന്ന വീടിന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുന്ന വീഡിയോകളായിരിക്കും നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുക. അതറിയാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം 90 രൂപയുടെയും 85 രൂപയുടെയൊക്കെ ടൈല് നമുക്ക് 35 രൂപയ്ക്കും 45 രൂപയ്ക്കൊക്കെ തരുന്ന ഓഫറുകളും പരസ്യങ്ങളൊക്കെ കാണും. എങ്ങനെ ഈ 95 രൂപയുടെയും 85 രൂപയുടെയൊക്കെ ടൈല് നമുക്ക് പകുതിയിലധികം കുറഞ്ഞ വിലയാണ് ഈ 85 രൂപയുടെയൊക്കെ ടൈല് 35 രൂപയ്ക്ക് തരാൻ പറഞ്ഞാൽ പകുതിയിൽ അധികം കുറവാണ് വരുന്നത്, എങ്ങനെ തരാൻ കഴിയും? നിങ്ങൾ തന്നെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഇപ്പോൾ ടൈല് വിടും, നമ്മുടെ ഒരു സ്ഥലം 2 ലക്ഷം രൂപയുള്ള ഒരു സ്ഥലം, നിങ്ങൾ എന്തൊക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാമ്പത്തികമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. സിമ്പിളായി നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ടൈലുകൾ അവർക്ക് 35 രൂപയ്ക്കും 40 രൂപയ്ക്കും ഒക്കെ തരാൻ കഴിയുന്നത്? അപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു വരുന്നത്. അത് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച റോ മെറ്റീരിയൽസിൻ്റെ ചിലവ്, അടുത്ത ഫാക്ടറിയിൽ വന്ന ലേബേഴ്സിൻ്റെ ചിലവ്, ഫാക്ടറിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഷോറൂമിൽ അത് എത്തിച്ച ചിലവ്, ഷോറൂമിൽ വിൽക്കുന്ന ചിലവ്, ഷോറൂമിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റാഫിൻ്റെ സാലറി, അവിടുത്തെ കറണ്ട് ബില്ല്, അവർ ഇൻവെസ്റ്റ് ചെയ്ത ഷോറൂമിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളായിട്ട് ചെയ്ത പൈസ, ഷോറൂമിൻ്റെ റെൻറ്റ്, ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഇതിൽ നിന്ന് എന്ത് പൈസ കിട്ടും? അപ്പോൾ നമുക്ക് ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞ് തരുന്ന സാധനം ശരിക്കും ഈ 85 രൂപയുടെയൊക്കെ സാധനമാണോ നമുക്ക് 35 രൂപയ്ക്കും 40 രൂപയ്ക്കും ഒക്കെ കിട്ടുന്നത്? എങ്ങനെ അവർക്കത് തരാൻ കഴിയും? അതോ നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ തന്നിട്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇത് ചാരിറ്റി ഒന്നുമില്ലല്ലോ, അവർ കൃത്യമായി ബിസിനസ്സാണ് അവർ ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ഈ ഓഫറുകൾ എന്ന് പറഞ്ഞിട്ട്, ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിക്കുക. പ്രീമിയർ സാധനങ്ങൾ, പ്രീമിയർ ആയിട്ടുള്ളത് ചിലപ്പോൾ അത് നോൺ ബ്രാൻഡോ ആയിരിക്കും, പക്ഷെ അത് പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായി ഹാർഡ്നെസ്, തിക്നെസ്, കംപ്രഷൻ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടുള്ളതാണോ എന്നുള്ളത് കടക്കാരോട് ചോദിച്ച് ഉറപ്പ് വരുത്തി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, GST ബില്ലോട് കൂടി സാധനം മേടിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ പിന്നെ പേടിക്കാനില്ല. ഈ GST ബില്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം വീട്ടിലേക്ക് വാങ്ങി വരുമ്പോൾ കടക്കാരൻ സേഫാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ വിരിച്ച് അതിന് വല്ല പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം എടുത്ത് തിരിച്ച് അവൻ്റെ ഷോപ്പിൽ പോകാൻ പറ്റില്ല. ഒരു ബില്ലും ഇല്ല, രേഖകളും ഇല്ല, ഒന്നുമില്ല. നമുക്കത് വീട്ടിൽ കൊടുന്ന് ഇനിയിപ്പോൾ കളർ ഇഷ്ടമായില്ലെങ്കിൽ പോലും വിരിക്കുമ്പോൾ വല്ല ബെൻഡോ തിക്നെസ്സിൽ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പണിക്കാരൻ പറയുമ്പോൾ പണിക്കാരോട് നമ്മൾ കയർത്ത് നിൽക്കാതെ എന്താണ് ടൈലിൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കി നമുക്ക് ഷോപ്പിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നുമില്ലാതെ ഓഫറിൽ നമ്മൾ വാരി കൂട്ടി കൊടുന്ന് വെച്ച് ഇടുന്ന ടൈലുകളാണെങ്കിൽ, ബില്ലൊന്നും ഇല്ലാത്ത ടൈലുകളാണെങ്കിൽ ചിലപ്പോൾ കടക്കാരത് തിരിച്ചെടുക്കില്ല. അതാണ് ഒന്നാമത് നമ്മൾ തട്ടിപ്പിനിരയാകാൻ പോകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ബ്രാൻഡഡ് ആയിട്ടുള്ള വില കൂടിയ ടൈലുകൾ 35 രൂപയ്ക്കും 40 രൂപയ്ക്കൊന്നും നമുക്ക് കിട്ടില്ല. നല്ല സാധനം, നമ്മളിത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഒരു പെണ്ണ് മുതൽ കാറ് വരെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ തീരുമാനിക്കണം, ക്വാളിറ്റി കുറഞ്ഞത് മതിയോ, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, ഫോർത്ത് ക്വാളിറ്റി ഒക്കെ ടൈലുകളുണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഏത് ക്വാളിറ്റിയുള്ള ടൈല് നമ്മുടെ വീട്ടിലിടണം എന്നുള്ളത്. നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ടൈലുകൾ സെലക്ട് ചെയ്യാം. നമുക്ക് റഫായിട്ട് യൂസ് വരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹാർഡുള്ള, തിക്നെസ് ഉള്ള ടൈലുകൾ അവിടെ ഇടുക. അത് നമ്മൾ പ്രീമിയം സാധനമാണ് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കബളിക്കപ്പെട്ടിട്ട് മോശം സാധനങ്ങൾ പോയിട്ട് ഇങ്ങനെയുള്ള ഓഫറുകൾ കണ്ടിട്ട് സെലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ എന്താ വെച്ചാൽ ഒരു ബ്രാൻഡ് എന്നാവുന്നത്, ഒരു ബ്രാൻഡ് എങ്ങനെ നമ്മുടെ സാധാരണക്കാരൻ്റെ കൺമുന്നിൽ ഒരു ബ്രാൻഡ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഹൈവേകളിലൊക്കെ കട്ടൗട്ടുകൾ, ഫ്ലക്സുകൾ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഒരുപാട് പരസ്യങ്ങൾ, TV-യിൽ വരുന്ന പരസ്യങ്ങൾ, ആഡുകൾ, വീഡിയോകൾ, അതൊക്കെ തുടർച്ചയായിട്ട് ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഒരു ബ്രാൻഡിന് വന്നാൽ, അത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, കമ്പി, സിമെൻറ്റോ, ഇനിയിപ്പോൾ മുണ്ട്, ഷർട്ട്, അങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ ഉപയോഗിക്കുന്ന ഏത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അതൊരു ബ്രാൻഡായി മാറി. ഒരു സിനിമാ നടനെ വെച്ച്
ഒരു പാൻ ഇന്ത്യ സ്റ്റാറിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഹോളിവുഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡായി മാറി. ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല അവിടെ കൂടുന്നത്. ഇങ്ങനൊരു സ്റ്റാറിനെ വെച്ച് ഒരു പരസ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ അതിങ്ങനെ ആ പേര് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആണ് അതൊരു ബ്രാൻഡാവുന്നത്. അല്ലാതെ അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നതോ ഫാക്ടറിയിൽ അതിന് കൊടുക്കുന്ന കംപ്രഷൻ തിക്നെസ് ഹാർഡ്നെസ് ഇതിലുള്ളൊക്കെയുള്ള സർട്ടിഫിക്കേഷൻ ക്വാളിറ്റികളൊന്നും വർദ്ധിപ്പിക്കുമ്പോഴൊന്നും അല്ല അതിൻ്റെ ഒരു ബ്രാൻഡ് വർദ്ധിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി അത് ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രം അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ബ്രാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ പരസ്യങ്ങളാണ്. ബ്രാൻഡിന് ചെലവഴിക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. ബ്രാൻഡിൻ്റെ അഡ്വർടൈസിങ്ങിനായാലും ബ്രാൻഡ് വളരുന്നതിന് വേണ്ടിയിട്ടാണുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു നോൺ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വീട്ടിലിടുന്ന ടൈല് മോശമായിക്കൊള്ളുന്നില്ല. അത് കൃത്യമായിട്ട് 8.3 8.5 വരെയൊക്കെ തിക്നെസ് വരുന്ന ടൈലുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്നെസ് നല്ല ക്വാളിറ്റി ടെസ്റ്റോട് കൂടി പാസ്സായ ടൈലുകളാണ്. നമുക്കെന്താ വെച്ചാൽ കംപ്രഷനോ ഹാർഡ്നെസ്സോ ഒന്നും ഒരു ഷോപ്പിൽ പോയിട്ട് അത് തുളച്ചു നോക്കാനോ പൊട്ടിച്ചു നോക്കാനൊന്നും പറ്റില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ കൊടുത്തിട്ടാലും അത് തുളച്ചു നോക്കാനോ പൊട്ടിച്ച് നോക്കാനൊന്നും നമ്മൾക്കും ഒരു പൈസ കൊടുത്ത് വാങ്ങിയ സാധനം അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സിവിൽ ലാബിലൊക്കെ കൊണ്ടുപോയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു കൃത്യമായ ഒപ്പീനിയൻ പറഞ്ഞു തരാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ തിക്നെസ് ഒരു ടാപ്പ് വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് അവരോട് ചോദിച്ചാലും നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ്. 8.3 മുതൽ 8.5 വരെ അതിന്റെ തിക്നെസ് ഒക്കെ നമുക്ക് ടൈല് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ആർക്കിടെക്ട് നമുക്ക് അതിനെ ടൈലിനെ കുറിച്ച് അറിയാവുന്ന ഒരാളുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ടൈല് സെലക്ട് ചെയ്യുക. അല്ലാതെ അതിന്റെ ഒരു ഭംഗി മാത്രം കണ്ടിട്ടോ അതിന്റെ ഒരു റേറ്റ് കണ്ടിട്ടോ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടരുത്. ആക്ടേഴ്സിന്റെ വാക്ക് കേട്ടോ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ വാക്ക് കേട്ടൊന്നും നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യരുത്. അവരോട് അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ അവരുടെ സിനിമ പോയി കാണുക. അല്ലാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അവരുടെ വാക്ക് കേട്ട് സെലക്ട് ചെയ്യുക. അത് കൃത്യമായ ഗുണനിലവാരമുള്ളതാണോ, കൃത്യമായി സർട്ടിഫിക്കേഷൻ ക്വാളിറ്റി ടെസ്റ്റുകൾ എല്ലാം പാസ്സായ സാധനമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ടൈലുകൾ പർച്ചേസ് ചെയ്യുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടൈൽ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കൃത്യമായ ഒരു ബ്രാൻഡിന്റെ ടൈൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത് അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൃത്യമായി ബില്ല് മേടിച്ച് അതെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിക്കുക. ഇത് വായിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ വല്ല മാറ്റം വന്നാൽ, നമുക്ക് നിറത്തിൽ വ്യത്യാസം വന്നാൽ, പൊട്ടിക്കുമ്പോൾ മുറിക്കുമ്പോഴൊക്കെ വല്ല വ്യത്യാസം നമുക്ക് വർക്കേഴ്സ് പറയാന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ബില്ല് വേണം. കാരണം അതിന്റെ നമ്മൾ കണ്ട ടൈല് അല്ല, അതിന്റെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ഇതിലേക്ക് വന്നതെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാക്ടറി തന്നെ 10-12 ബ്രാൻഡുകൾക്കൊക്കെ ടൈൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നോർത്തിലൊക്കെ ഉള്ള ഫാക്ടറികൾ ഒരു ഫാക്ടറിയിൽ തന്നെ 10 കവർ അടിച്ചിട്ട് 10 കവറിൽ ഒരേ പ്രൊഡക്റ്റ് കയറ്റി വിട്ട് 10 ബ്രാൻഡിൽ നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. സാധാരണക്കാരൻ നോക്കുക 10 ബ്രാൻഡാണ്. ഏറ്റവും കൂടുതൽ പരസ്യം വരുന്ന ബ്രാൻഡ് ഏതാണെന്ന് നോക്കിയായിരിക്കും സാധാരണക്കാരൻ സാധനം വാങ്ങുക. അപ്പൊ നമുക്ക് കൃത്യം അറിയാവുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സൈഡ് കാണാം. ടൈലിന്റെ സൈഡിലൂടെ ആയിരിക്കും ഇപ്പോൾ ഒരു പ്രിന്റ് വരിക ടൈൽ ഏതാണെന്നുള്ളത്. മുന്നേക്ക് വന്നിട്ടുണ്ടായിരുന്ന ടൈലിന്റെ പിറകു വശത്ത് ഒരു ടൈല് കൃത്യമായ ഒരു ടച്ച് പോലെ നമുക്കത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഏതാ കമ്പനി എന്നുള്ളത്. ഇപ്പൊ എന്താ വെച്ചാൽ അത് മാർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 10-12 കമ്പനികൾക്കൊക്കെ ഒരു ഫാക്ടറി തന്നെയാണ് ടൈൽ മേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ഡൈ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇടാൻ പറ്റില്ല. അത് കാരണമാണ് ഈ മുന്നത്തെ എല്ലാം വന്നിരുന്ന ഒരു അച്ചിലുള്ള ഒരു എഴുത്ത് ബാക്കിൽ ഒരു പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. കൃത്യമായ അച്ചിലൂടെ എല്ലാം എഴുത്ത് വന്നിട്ടുണ്ടാവും. ഇപ്പൊ അത് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് പല കമ്പനിയുടെ അനുസരിച്ച് ഡൈ മാറ്റിയിടാൻ പറ്റില്ല. അപ്പൊ സൈഡിൽ ജസ്റ്റ് ചെറിയൊരു പ്രിന്റിംഗ് ഉണ്ടാവുള്ളൂ. ഈ ഒരു ഇത്രയും കമ്പനികൾക്ക് 10-12 5-6 ഏതോ ആയിക്കോട്ടെ അവരുടെ എല്ലാം ടൈൽ ഉണ്ടാക്കിയതിനു ശേഷം വ്യത്യസ്ത ബോക്സുകളിലാക്കി ABC ഏതോ ആയിക്കോട്ടെ ഏതോ കമ്പനികളുടെ ബോക്സുകളിലാക്കി നമുക്ക് മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അതിന്റെ ഫാക്ടറിയിലുള്ള ക്വാളിറ്റി അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ വില കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു പ്രീമിയം സാധനമാണ്, ഓക്കെ, പ്രീമിയം ആണോ പ്രീമിയം അല്ലാത്തതാണോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ബ്രാൻഡാണോ നോൺ ബ്രാൻഡാണോ എന്നതല്ല. ബ്രാൻഡാണ് എന്നതുകൊണ്ട് മാത്രം നമ്മൾ സെലക്ട് ചെയ്യണമെന്നില്ല. ബ്രാൻഡ് എന്ന് വെച്ചാൽ വരുന്ന അഡ്വർടൈസിങ്, അതിന് വരുന്ന ആഡ്, അതിന്റെ ഈ പറഞ്ഞ ആക്ടർക്ക് കൊടുക്കുന്ന പൈസ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വേണം കൊടുക്കാൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ നേരെ തിരിച്ച് നമ്മൾ നോൺ ബ്രാൻഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ തിക്നെസ് ഹാർഡ്നെസ് കംപ്രഷൻ ഇതൊക്കെ പാസ്സായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ടൈലുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആക്ടറുടെ പരസ്യം, ഇങ്ങനെയുള്ള അഡ്വർടൈസിങ്, കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ഇല്ല എന്നതുകൊണ്ട് ഉള്ള ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ നോൺ ബ്രാൻഡ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്യമായി ബോധ്യമുള്ള, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനം, നമ്മൾക്ക് കൃത്യമായി ഒപ്പീനിയൻ തരുന്ന ഒരാളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രം ടൈല് സെലക്ട് ചെയ്യുക. മറ്റുള്ള അഭിപ്രായങ്ങളുടെ ഓഫറുകളുടെ ഇങ്ങനെയുള്ള പരസ്യങ്ങളുടെ ഒന്നും പിറകെ പോവാതിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിട്രിഫൈഡ് ടൈലുകളിൽ വരുന്ന വിട്രിഫൈഡ് ടൈലുകളിൽ നമുക്ക് GVT ടൈല്, ജസ്റ്റ് ഒരു ഗ്ലൈസ്ഡ് വിട്രിഫൈഡ് ടൈലുകൾ വരും. അപ്പൊ എന്താ വെച്ചാൽ ചെറിയൊരു കോട്ടിങ്, നാനോ കോട്ടിങ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കമ്പാരിസൺ വരരുത്.
നമുക്ക് വേറൊരു ഷോപ്പിൽ ഇത്രയാണ് ടൈലിന് വിട്രിഫൈഡ് ടൈലിന് വിലയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പോയി ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാനോ ജസ്റ്റ് ഒരു പ്രിന്റിങ് മാത്രമായിരിക്കും, ചിലപ്പോൾ മറ്റേ ഷോപ്പിൽ ഡബിൾ ചാർജ് ആയിരിക്കും, പകുതി പ്രിന്റും പകുതി ടൈലിന്റെ ക്ലയും വരുന്ന ഭാഗം, ചിലപ്പോൾ ഫുൾ ബോഡി ആയിരിക്കും. ഫുൾ ബോഡി ആകുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ആ പ്രിന്റ് ഫുൾ തിക്നെസ്സിൽ ഉണ്ടായിരിക്കും, നമുക്ക് ഒരു ഫെയ്ഡ് ആവാനും ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ടൈലിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും വീട് നിർമ്മാണത്തെ കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.